ശരിയാ ചായ. ഇയാൾ ഇത്ര പോകണം കേട്ടവനാന്ന് ഞാൻ അറിഞ്ഞു. എടാ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. ഓ, അതുവരെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാത്തുക്കുട്ടി, നീ കൊള്ളരുതായി ഒന്നും കാണിക്കല്ലേ. നിനക്ക് കാശിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പണി തന്നെ ഏൽപ്പിച്ചത്. സംഗതി ശരിയാ, കാശിന് ആവശ്യമല്ല, അത്യാവശ്യമാണ്. എന്നാലും പുള്ളിയുടെ ചില നേരത്തെ വർത്തമാനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ. എടാ ഞാനത് ആദ്യമേ പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ അവർ ഇരട്ടി കാശ് കൂലിയായിട്ട് തരുന്നത്. അത് ഞാൻ ആരെയും കണ്ണിന് കണ്ടുകൂടാ, പിന്നെ നാക്കും ശരിയല്ല. നീ ഒരു നയത്തിനൊക്കെ അങ്ങ് നിന്ന് പോവും. ആളൊരു ഇച്ചിരി മുരടനാണെങ്കിലും പാവടാ. പിന്നെ പാവം നീ എവിടെ പോയി കിടക്കൂടാ? മുടിഞ്ഞ ഉപ്പിലാൻ അവിടെ വിളി തുടങ്ങി. കക്കൂസിലിരുത്തിയിട്ട് പോകുന്നതാ. ശരിയെന്നാ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആ ശരിയടാ എന്നാ. പാവം ചെറുക്കൻ. എന്തു ഈ കാണിക്കുന്നു? എന്തോ സാറേ ഇത്? എത്ര വിളിച്ചത് തന്നെ? ഇവിടെ പോയി തുറന്നെടുക്കടാ. എനിക്കൊരു ഫോൺ വന്നായിരുന്നതാ. ഫോണ് കോപ്പ്. ആകെ 10 മിനിറ്റല്ലേ ആയുള്ളൂ. ഞാൻ വന്ന് ക്ലീൻ ചെയ്ത് ഇരുത്താമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. വേണ്ട പറ്റി, എനിക്ക് അരയ്ക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ചന്ത എഴുതാനും ചോറ് വാരത്തിനും കർത്താവ് എനിക്ക് യാതൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല. കൈക്ക് മാത്രമല്ല, നാക്കിനും ഒരു കുഴപ്പമില്ലല്ലോ. എന്താ നടന്നത് ഈ പുറകുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ പൊന്നോ. ഒന്ന് കക്കൂസിലിരുത്തി പുറത്തോട്ട് പോയാനാണോ ഈ പാട്? നീ പുറത്തോട്ട് പോയതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാടാ. എന്തുദ്ദേശം? നിനക്കിപ്പോൾ കാശിന് അത്യാവശ്യം ഉണ്ടെന്നറിയാം. അതുകൊണ്ടല്ലേ ഇരട്ടിക്കൂലി പറഞ്ഞ് നീ ഈ പണി പിടിച്ചത്. അതുകൊണ്ട് നീ എന്നെ ഇതിനകത്തിരുത്തിയിട്ട് എൻ്റെ കാശ് മോട്ടിക്ക് നോക്കില്ലടാ. ഒരുമാതിരി തെമ്മാടിത്തരം പറയരുത്. മതി ഇവിടുത്തെ പണിയും കോപ്പൊക്കെ. ഞാൻ പോവുക. ഇങ്ങനെയൊക്കെ വീട്ടിൽ പണിക്ക് വന്നിട്ട് എന്നെ വേണം പഠിക്കാൻ. ഞാനേ അന്തസ്സായിട്ട് പണിയെടുത്താടോ ജീവിക്കുന്നത്. വല്ലതും മോട്ടിച്ചോണ്ട് പോകാനാന്ന് താൻ പോലും അറിയാതെ എനിക്ക് ഇവിടുന്ന് പലതും കൊണ്ടുപോയിരുന്നു. ഒരു പരിധി വരെ തൻ്റെ ആട്ടലും തുപ്പലും ഒക്കെ ഞാൻ സഹിച്ചിട്ടേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ അപ്പനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അപ്പനും താനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ അപ്പൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമാണ്, തനിക്കതില്ല. ചുമ്മാ നല്ലടോ, സ്വന്തം മക്കൾ പോലും നോക്കാതെ തന്നെ ഇവിടെ ഇട്ടേച്ച് പോയത്. ഞാൻ പോവുക. താനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കും. അതാ തനിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന ശിക്ഷ. പോലടാ, എടാ നിന്നോട് പറഞ്ഞപ്പ പോലടാ, പോലേത് മോനെ മാത്തുക്കുട്ടി, നീ പോവില്ലടാ.